സുഹൃത്തുക്കളെ, വിഷുവിന്റെ ദിവസം തന്നെയാണ് പള്ളിച്ചട്ടമ്പി തിയേറ്ററിലെത്തുന്നത്. 2026 ഏപ്രിൽ 15 വിഷുദിനം. ടൊവിനോ തോമസ് നായകനായ ഈ ചിത്രത്തെക്കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങളാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. സ്പോയിലർ ഒന്നുമില്ല, നമുക്ക് തുടങ്ങാം. കഥ നടക്കുന്നത് 1957-58 കാലഘട്ടത്തിലാണ്. കേരളത്തിൽ ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അധികാരത്തിലേറിയ കാലം. എന്നാൽ കഥ പൂർണ്ണമായും സാങ്കൽപ്പികമാണ്. യഥാർത്ഥ സംഭവങ്ങളുടെ പുനരാവിഷ്കാരം. ചിത്രത്തിന്റെ കേന്ദ്ര സന്ദേശം മനുഷ്യത്വമാണെന്ന് ടൊവിനോ തോമസ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ സിനിമയിലൂടെ പറയാൻ ശ്രമിക്കുന്ന ഒരേയൊരു രാഷ്ട്രീയം മനുഷ്യത്വമാണ്. ഇത് കുടുംബസമേതം ഇരുന്ന് കാണാവുന്ന ഒരു ചിത്രമാണ്. പള്ളിച്ചട്ടമ്പി എന്ന വാക്കിന്റെ അർത്ഥം പള്ളിയുടെ ചട്ടമ്പി, അതായത് പള്ളിയെ സംരക്ഷിക്കുന്നയാൾ. ടൊവിനോ തോമസാണ് ഈ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. അദ്ദേഹത്തിന്റെ കഥാപാത്രം മറ്റൊരിടത്തുനിന്ന് ഈ ഗ്രാമത്തിലേക്ക് വരികയും പള്ളിയുടെ സംരക്ഷകനായി മാറുകയുമാണ് ചെയ്യുന്നത്. സംവിധായകൻ ദിജോ ജോസ് ആന്റണി. ജനഗണമന, ക്വീൻ എന്നീ ചിത്രങ്ങളുടെ സംവിധായകൻ. ഛായാഗ്രഹണം തിജോ തോമി. സംഗീതം ജേക്സ് ബിജോയ്. താരനിരയിൽ ടൊവിനോ തോമസ്, കായതു ലോഹർ, വിജയരാഘവൻ, ബാബുരാജ്, പ്രശാന്ത് അലക്സാണ്ടർ, സിദ്ദിഖ് എന്നിവരുണ്ട്. പൃഥ്വിരാജ് സുകുമാരൻ ഒരു ക്യാമിയോ രംഗത്ത് ഉണ്ടാകുമെന്ന് റിപ്പോർട്ടുണ്ട്. ഇനി ട്രെയിലറിലേക്ക് വരാം. ട്രെയിലറിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ മാത്രം പറയാം. 1. ക്രിസ്റ്റഫർ എന്ന പദവി. ട്രെയിലറിൽ ഗ്രാമീണർ പറയുന്നു, എവിടെയായാലും എത്ര ചിലവായാലും ഞങ്ങൾക്കൊരു മിടുക്കനായ പോരാളിയെ വേണം. അദ്ദേഹത്തിന് ക്രിസ്റ്റഫർ എന്ന പട്ടം നൽകാം. ക്രിസ്റ്റഫർ എന്നാൽ ക്രിസ്തുവിനെ ചുമക്കുന്നവൻ എന്നാണർത്ഥം. ഇത് പള്ളിയുമായി ബന്ധപ്പെട്ട ഒരു ബഹുമതിയാണ്. ടൊവിനോയുടെ കഥാപാത്രത്തിന് ഈ പട്ടം നൽകുന്നത് വലിയ അർത്ഥമുള്ളതാണ്. 2. കുന്നുംപുറം എന്ന ഗ്രാമത്തിന്റെ പേര്. ട്രെയിലറിൽ ഒരു ഷോട്ടിൽ ഗ്രാമത്തിന്റെ പേര് കുന്നുംപുറം എന്ന് കാണാം. കുന്നിന്റെ മുകളിലുള്ള ഗ്രാമം. ഈ പേര് തന്നെ ആ ഗ്രാമത്തിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത വ്യക്തമാക്കുന്നു. 1950-60 കാലത്തെ മലയോര മേഖലയിലെ കർഷക സമൂഹങ്ങളുടെ കഥയാണിതെന്ന് സൂചിപ്പിക്കുന്നു. 3. വിജയരാഘവന്റെ വേഷം. പുരോഹിതന്റെ വേഷത്തിലാണ് വിജയരാഘവൻ എത്തുന്നത്. ഗ്രാമത്തെ ഒന്നിപ്പിക്കുന്നതിൽ ഈ കഥാപാത്രത്തിന് നിർണായക പങ്കുണ്ട്. പോരാളിയെ തേടാൻ ഗ്രാമീണരെ പ്രേരിപ്പിക്കുന്നത് അദ്ദേഹമാണ്. ട്രെയിലറിൽ ഒരു ചെറിയ ഷോട്ടിൽ മാത്രമേ അദ്ദേഹത്തെ കാണിക്കുന്നുള്ളെങ്കിലും കഥയിലെ പ്രധാന താരമാണ്. 4. ടൊവിനോയുടെ പ്രധാന ഡയലോഗ്. ടൊവിനോയുടെ കഥാപാത്രം പറയുന്നു, നാടു മാത്രമാണ് വ്യത്യാസം, മണ്ണും മനുഷ്യരും എല്ലായിടത്തും ഒരുപോലെ. ഈ ഒരു ഡയലോഗ് കൊണ്ട് തന്നെ കഥാപാത്രത്തിന്റെ മനസ്സ് വ്യക്തമാകും. അദ്ദേഹം ആ ഗ്രാമത്തിൽ പുതിയ ആളാണ്, പക്ഷേ മനുഷ്യർ ഒന്നാണെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. ഇതാണ് കഥയുടെ കാതൽ സന്ദേശവും. പ്രധാന ചിത്രീകരണങ്ങൾ തൊടുപുഴയിലും മൈസൂരിലുമായിരുന്നു. മലയാളത്തിന് പുറമെ ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിലും ചിത്രം റിലീസ് ചെയ്യും. ഈ വിവരങ്ങൾ ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. നന്ദി.